ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഈ ചിത്രങ്ങൾ കാണുന്നില്ല സുഹൃത്തുക്കളെ, നമ്മൾ ഗസയിലെ ചിത്രങ്ങൾ നമ്മളൊക്കെ പലപ്പോഴും കാണാറുള്ള ചിത്രങ്ങൾ. ഈ ദൃശ്യങ്ങൾ നമ്മിലുണ്ടാക്കുന്ന പ്രതികരണങ്ങൾ എന്താണ്? ഈ ചിത്രങ്ങൾ സത്യത്തിൽ നമ്മെ അലോസരപ്പെടുത്തുന്നുണ്ടോ? ഇതൊന്നും നമ്മെ ബാധിക്കാത്ത ചിത്രങ്ങളാണെങ്കിൽ, നമുക്ക് ഇതല്ലാത്ത വേറെ കുറേ കാര്യങ്ങളാണ് നമ്മുടെ കാര്യങ്ങളെങ്കിൽ, നമ്മുടെ സ്വന്തം കാര്യങ്ങളാണ് നമ്മുടെ വലിയ കാര്യങ്ങളെങ്കിൽ, നമ്മുടെ മനുഷ്യത്വത്തെ സംബന്ധിച്ച് നമുക്ക് സംശയമുണ്ടാകണം. നമുക്ക് നമ്മുടെ മനുഷ്യത്വത്തിന് എന്തോ കുഴപ്പങ്ങളുണ്ട് എന്ന് നമ്മൾ തീർച്ചയായിട്ടും വിചാരിക്കണം. കാരണം ഒരു അല്പം കാരുണ്യമുള്ള മനുഷ്യനെ കരയിപ്പിക്കുന്ന ദൃശ്യങ്ങളാണല്ലോ ഈ ദൃശ്യങ്ങൾ. ഇതൊക്കെ നമ്മളുടെ ചുറ്റും ഉള്ള ഈ ലോകത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മിൽ അത് യാതൊരുവിധ പ്രതികരണങ്ങളും ഉണ്ടാക്കുന്നില്ലെങ്കിൽ നമുക്ക് പ്രശ്നങ്ങളുണ്ട് എന്ന് തന്നെയാണ് അതിൻ്റെ അർത്ഥമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഗസയിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഈ സംഭവങ്ങൾ നിങ്ങൾ ആലോചിച്ച് നോക്കുക. മനുഷ്യര്, അതും കുഞ്ഞുങ്ങൾ, പാവപ്പെട്ട കുഞ്ഞുങ്ങൾ ദാഹിച്ചു വലഞ്ഞ് എന്തെങ്കിലും ഒരു ഭക്ഷണം കിട്ടാൻ വേണ്ടിയിട്ട് ആർത്തട്ടഹസിച്ച് വരുന്ന മനുഷ്യര് ഭക്ഷണത്തിന് വേണ്ടിയിട്ട് ക്യൂ നിൽക്കുമ്പോൾ അവരെ വെടിവെച്ച് കൊല്ലുക. ഇങ്ങനെ വന്ന മനുഷ്യന്മാർ എവിടെയോ ഒരു ഭക്ഷണം കിട്ടാഞ്ഞിട്ട് അവസാനം ഭക്ഷണം കിട്ടുന്ന ഒരു സ്ഥലമുണ്ട് എന്ന് കേട്ട് എത്രയോ കിലോമീറ്ററുകൾ ഒരു പാത്രവുമായിട്ട് നടന്നു വരുന്ന മനുഷ്യന്മാരെയാണ് നിർദാക്ഷിണ്യം വെടിവെച്ച് കൊല്ലുന്നത്. ഈ സംവിധാനത്തിനിട്ട പേര് നോക്കൂ, ഗസ ഹ്യൂമാനിറ്റേറിയൻ ഫൗണ്ടേഷൻ എന്നാണ് ഇതിന് പേരിട്ടിരിക്കുന്നത്. ഇത് ഹ്യൂമാനിറ്റേറിയൻ ഫൗണ്ടേഷൻ ആണ്. അത്ര എന്ത് ഹ്യൂമാനിറ്റേറിയൻ ഫൗണ്ടേഷനാണിത്? അമേരിക്കയും ഇസ്രായേലും ചേർന്ന് അവിടെയുള്ള സകല സംവിധാനങ്ങളെയും അട്ടിമറിച്ച് ആട്ടിപ്പായിച്ച് UN ഏജൻസിയും അതുപോലെ തന്നെ ലോക അന്താരാഷ്ട്ര സംവിധാനങ്ങളും ആളുകൾക്ക് ഭക്ഷണം കൊടുക്കാൻ വേണ്ടിയിട്ട് അവിടെ ഉണ്ട്. അത് മുഴുവനും റദ്ദ് ചെയ്ത് ഞങ്ങളുടെ സംവിധാനം വഴി ഭക്ഷണം കൊടുക്കുക എന്ന് പറഞ്ഞിട്ട് ഒരു സംവിധാനം ഉണ്ടാക്കിയതാണ് ഈ ഗസ ഹ്യൂമാനിറ്റേറിയൻ ഫൗണ്ടേഷൻ എന്ന് പറയുന്നത്. എന്നിട്ട് ഇസ്രായേലിന്റെ പട്ടാളം വന്നിട്ട് ഈ ഒരുമിച്ച് കൂടിയിരിക്കുന്ന കുഞ്ഞുങ്ങളെ, അതായത് എല്ലാവരെയും ഒരു സ്ഥലത്ത് കൊല്ലാൻ ഒരുമിച്ച് കിട്ടിയ സന്തോഷത്തിൽ അവർക്ക് നേരെ വെടിവെക്കാണ്. 1000-ലധികം ആളുകളെ കുറഞ്ഞ ദിവസങ്ങൾക്കുള്ളിൽ കൊന്നു. ഇന്ന് ഈ ദിവസവും അൽ ജസീറ 2 മണിക്കൂർ മുമ്പ് റിപ്പോർട്ട് ചെയ്തു, ഇന്നും ആളെ ഇതേപോലെ ഭക്ഷണത്തിന് വന്ന ആളെ കൊന്നു. ഇതാണ് ഗസയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് ഏതൊരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്? നമ്മുടെ ഹോളോകോസ്റ്റിനെ സംബന്ധിച്ച്, നാസിസത്തെ സംബന്ധിച്ച്, നാസികളുടെ ആക്രമണത്തെ സംബന്ധിച്ച്, അതുപോലെ തന്നെ ലോകമഹായുദ്ധത്തെ പറ്റി, അതുപോലെ തന്നെ ബ്രിട്ടീഷ് സാമ്രാജ്യത്വം ജനങ്ങളെ പട്ടിണിക്ക് ഇട്ടതിനെ സംബന്ധിച്ച് ഒക്കെ നമ്മൾ സംസാരിക്കാറുണ്ട്. പക്ഷെ ചരിത്രത്തിൽ ഇതുവരെ നടന്നിട്ടുള്ള സകല ക്രൂരകൃത്യങ്ങളെയും പിന്നിലാക്കിയിട്ട് ഈ പുതിയ കാലഘട്ടത്തിൽ മനുഷ്യന്മാര് ലോകം മുഴുവനും നോക്കി നിൽക്കുമ്പോഴാണ് ഈ തോന്നിവാസം നടന്നുകൊണ്ടിരിക്കുന്നത്. മനുഷ്യന്മാർ മിണ്ടുന്നില്ല. ആരാണ്? നമുക്ക് ഇസ്രായേലിലെ ജനങ്ങളോടാണ് ചിലപ്പോൾ മതിപ്പ് തോന്നുന്നത്. കാരണം ഇസ്രായേലിലെ ജനങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ പട്ടിണിക്കിട്ട്, അതായത് പട്ടിണിയെ ഒരു വെപ്പണായിട്ട്, യുദ്ധത്തിന്റെ ഒരു ആയുധമായിട്ട് പ്രയോഗിക്കുക എന്ന് പറയുന്നത് വലിയ ഒരു യുദ്ധക്കുറ്റമാണ്. എല്ലാ നിയമങ്ങളും, അന്താരാഷ്ട്ര നിയമങ്ങളും ഒരിക്കലും അനുവദിച്ചിട്ടില്ലാത്ത ഒരു വലിയ കുറ്റകൃത്യമാണിത്. പട്ടിണിയെ ഒരു യുദ്ധത്തിന്റെ മാധ്യമമായിട്ട് ഉപയോഗിക്കുക എന്ന് പറയുന്നത്. അതാണിപ്പോ സംഭവിച്ചു കഴിഞ്ഞിരിക്കുന്നത്. എന്നിട്ട് ഇതിന് നേരെ മൗനം പാലിക്കുക. ഇസ്രായേലിലെ ജനങ്ങൾ വരെ തെരുവിലിറങ്ങി ഈ തോന്നിവാസത്തിനെതിരെ. യൂറോപ്പിലെയും അമേരിക്കയിലെയും ജനങ്ങൾ തെരുവിലിറങ്ങി. അതേസമയം നിങ്ങൾ ആലോചിച്ച് നോക്ക്, മുസ്ലിം ലോകത്ത് ഉണ്ടാകുന്ന പ്രതികരണം എത്ര തണുത്ത പ്രതികരണമാണ് എന്ന്. മഹാനായ ഷെയ്ഖുൽ അസ്ഹർ 2 ദിവസം മുമ്പ് അദ്ദേഹത്തിന്റെ ഫേസ്ബുക്കിൽ ഇതിനെതിരെ ശക്തമായ പ്രതിഷേധവുമായിട്ട് ഒരു പോസ്റ്റ് ഇട്ടിരുന്നു. ആ പോസ്റ്റ് അദ്ദേഹത്തിന് പിൻവലിക്കേണ്ടി വന്നു. എന്തുകൊണ്ട്? ഭരണാധികാരികളുടെ സമ്മർദ്ദത്തിന് വഴങ്ങിയിട്ട് അദ്ദേഹത്തിന് ആ പോസ്റ്റ് പിൻവലിക്കേണ്ടി വന്നു. ഈ പോസ്റ്റിൽ അദ്ദേഹം പറഞ്ഞിരുന്നത്, അറബ് ഭരണാധികാരികൾ, അറബ് ഭരണകൂടങ്ങൾ നിരന്തരമായിട്ട് ഇതിൽ പ്രതിഷേധിക്കുകയും പ്രസ്താവനകൾ ഇറക്കുകയും ചെയ്ത് ഏറ്റവും ഒടുവിൽ പാശ്ചാത്യ രാഷ്ട്രങ്ങൾ ഇസ്രായേലിന് മേൽ സമ്മർദ്ദം ചെലുത്തണമെന്ന് പറയുന്നു. എന്നിട്ട് അദ്ദേഹം ചോദിക്കുന്നത്, ശരി, ഈ പാശ്ചാത്യ രാഷ്ട്രങ്ങൾക്ക് മേൽ എന്തുകൊണ്ട് അറബ് രാഷ്ട്രങ്ങൾക്ക് സമ്മർദ്ദം ചെലുത്താൻ പറ്റുന്നില്ല?
അതൊരു ചോദ്യമാണല്ലോ. പാശ്ചാത്യൻ രാഷ്ട്രങ്ങൾ ഇങ്ങനെ സമ്മർദ്ദം ചെലുത്തണം ഇസ്രായേലിന്റെ മേൽ എന്ന് ആവശ്യപ്പെടുമ്പോഴേ അത് ഈ അറബ് രാഷ്ട്രങ്ങൾക്കും ചെയ്യാമല്ലോ. പാശ്ചാത്യൻ രാഷ്ട്രങ്ങളുടെ മേൽ സമ്മർദ്ദം ചെലുത്താമല്ലോ. പാശ്ചാത്യൻ രാഷ്ട്രങ്ങളുടെ മേൽ സമ്മർദ്ദം ചെലുത്തുവാനുള്ള ഇഷ്ടം പോലെ ആയുധങ്ങൾ ഈ അറബ് രാഷ്ട്രങ്ങളുടെ കയ്യിലുണ്ട്. അവരുടെ പെട്രോൾ, അവരുടെ പണം, അവരുടെ സ്വാധീനം, അവരുടെ ഭൂമിശാസ്ത്രപരമായ അവരുടെ സ്ഥാനം, ഒരുപാട് സാധ്യതകൾ അവർക്കുണ്ട്. ഈ സാധ്യതകളൊന്നും പ്രയോജനപ്പെടുത്താതെ അറബ് രാഷ്ട്രങ്ങൾ പാശ്ചാത്യ രാഷ്ട്രങ്ങൾക്ക് മേൽ സമ്മർദ്ദം ചെലുത്താതെ പാശ്ചാത്യ രാഷ്ട്രങ്ങളോട് ഇസ്രായേലിന് മേൽ സമ്മർദ്ദം ചെലുത്താൻ പറയും. ഈ ഇസ്രായേലുമായിട്ട് സമാധാന കരാറിൽ ഒപ്പിട്ട കൂട്ടര് ഈ അറബ് രാഷ്ട്രങ്ങളുടെ കൂട്ടത്തിലുണ്ട്, പരസ്യമായിട്ട് ഒപ്പിട്ടവര്. ഇത് അണ്ടർ ദ ടേബിൾ, മേശക്ക് താഴെ കൂടി ഇടപാട് നടത്തുന്ന പല മുസ്ലിം രാഷ്ട്രങ്ങളുണ്ട് എന്ന് എല്ലാവർക്കും അറിയില്ലേ. ഈ രാജ്യങ്ങളൊന്നും ചെയ്യുന്നില്ലല്ലോ. പ്രസ്താവനകൾ, വഷളത്തരം നിരന്തരമായിട്ട് വഷളൻ അപലപനങ്ങൾ, പ്രതിഷേധ പ്രസ്താവനകൾ നടത്തുക എന്നല്ലാതെ യഥാർത്ഥത്തിൽ നമ്മൾ ആലോചിക്കേണ്ടത് ഈ അറബ് രാഷ്ട്രങ്ങൾ, മുസ്ലിം രാഷ്ട്രങ്ങൾ ശക്തമായ ഒരു നിലപാട് സ്വീകരിച്ചിരുന്നുവെങ്കിൽ ഇതൊരിക്കലും സംഭവിക്കുമായിരുന്നില്ല. അവർക്ക് തടയാൻ പറ്റുമായിരുന്നു ഇത്. പക്ഷെ അവർ തടയുന്നില്ല. മുസ്ലിം സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം യൂറോപ്പിലും ഇസ്രായേലിൽ വരെ ജനങ്ങൾ തെരുവിലിറങ്ങിയിട്ട് ഇതിൽ പ്രതിഷേധിക്കുമ്പോൾ നമ്മുടെ മുസ്ലിം ലോകത്തിന്റെ അവസ്ഥ ആലോചിച്ച് നോക്ക്. ആർക്കെങ്കിലും തെരുവിലിറങ്ങാൻ സ്വാതന്ത്ര്യമുള്ള എത്ര രാജ്യങ്ങളുണ്ട്? ഈജിപ്തിലെ മഹാനായ അസ്ഹറിലെ ഇമാമൽ അസ്ഹറിന് അദ്ദേഹത്തിന്റെ പോസ്റ്റ് പിൻവലിക്കേണ്ടി വന്നത് എന്തുകൊണ്ടാണ്? അതിന് പറഞ്ഞ ന്യായങ്ങൾ വളരെ ബാലിശമാണ്. കാരണം അങ്ങനെ ഒരു പോസ്റ്റ് ഇടാൻ പറ്റുന്ന ഒരു സാഹചര്യം, ഒരു പ്രതിഷേധം, മനുഷ്യന് ഒന്ന് എഴുന്നേറ്റ് നിന്ന് അരുത്, ഇത് ശരിയല്ല എന്ന് പറയാനുള്ളൊരു സ്വാതന്ത്ര്യവും പോലും ഇല്ലാത്തൊരു ലോകമായി നമ്മുടെ മുസ്ലിം ലോകം എന്നുള്ളതാണ്. ഇനി സ്വാതന്ത്ര്യമുള്ള നമ്മുടേതുപോലുള്ള രാജ്യത്ത് മുസ്ലിം ഉമ്മത്തിന്റെ പ്രതികരണം നിങ്ങൾ ആലോചിച്ച് നോക്ക്. ഈ 20 കോടി ജനങ്ങൾ മുസ്ലിങ്ങൾ ഈ രാജ്യത്തുണ്ട് എന്ന് പറയുന്നുണ്ട്. ഈ 20 കോടി മുസ്ലിങ്ങൾ എന്താ ചെയ്തത്? ഡൽഹിയിലെ ഇസ്രായേൽ എംബസിയുടെ മുമ്പിൽ പോയിട്ട് ഒരു പ്രകടനം നടത്താൻ പോലും ഈ 900 സംഘടനകളുള്ള ഈ സമുദായത്തിനും അതിന്റെ നേതൃത്വത്തിനും സാധിച്ചില്ല. നിർഭാഗ്യവശാൽ സാധിച്ചില്ല. ഇന്ത്യയിലെ സെക്യുലർ പാർട്ടികൾക്ക് പലസ്തീൻ പ്രശ്നത്തിൽ ശക്തമായ പ്രതിഷേധങ്ങളുണ്ട് എന്ന് പറയുന്ന ആളുകൾക്ക് എന്താണ് പ്രസ്താവനകൾക്കപ്പുറം ചെയ്യാൻ പറ്റിയത്? പ്രത്യേകിച്ചും നമ്മുടെ രാജ്യത്തിന് ഈ ഫലസ്തീൻ പ്രശ്നത്തിൽ വലിയ ഫലസ്തീനുകളുടെ കൂടെ നിന്ന പാരമ്പര്യമുള്ള ഒരു രാജ്യം ഇന്ന് ഇസ്രായേലിന്റെ കൂടെ നിൽക്കുകയും ഇസ്രായേലിനെ ഒരു ഗുരുനാഥനായിട്ട് സ്വീകരിക്കുകയും ഇസ്രായേലിന്റെ ഈ കൊടും ക്രൂരകൃത്യങ്ങൾക്ക് നേരെ മൗനം പാലിക്കുകയും ചെയ്യുന്ന ഒരു രാജ്യം ആയിരിക്കുകയാണ് നിർഭാഗ്യവശാൽ നമ്മുടെ രാജ്യം, ഭരണകൂടം. അതിനെതിരെ നമ്മുടെ രാജ്യത്ത് എത്രമാത്രം ശക്തമായ പ്രതിഷേധങ്ങളാണ് നടന്നത്? നടക്കുന്നില്ല. ഇപ്പോ ഇതിന്റെ ഒരു കാരണം മനുഷ്യന്മാർ എല്ലാം ആയുധം കൊണ്ട് ആകാശത്തുകൂടെ വന്ന് കൊല്ലുന്നു, അതുപോലെ തന്നെ ഭൂമിയിലൂടെ വന്ന് കൊല്ലുന്നു, അവസാനം മനുഷ്യനെ പട്ടിണിക്കിട്ട് കൊല്ലുന്നു. ഇപ്പോൾ 6.5 ലക്ഷം കുഞ്ഞുങ്ങളാണ്. കാരണം നിങ്ങൾ ചിത്രങ്ങൾ കാണുന്നില്ലേ, കുഞ്ഞുങ്ങള് പോഷകാഹാരമില്ലാതെ മരിച്ചത് ആയിരക്കണക്കിന് കുഞ്ഞുങ്ങളാണ്. അതുപോലെ തന്നെ പട്ടിണി, ഒരു പച്ചവെള്ളം കുടിക്കാൻ പറ്റാഞ്ഞിട്ട് പിഞ്ചു കുഞ്ഞുങ്ങൾ അവരുടെ ഉമ്മമാരുടെ മുലപ്പാല് പറ്റിയത് കൊണ്ട് വെള്ളം കൊടുക്കാൻ കുട്ടികൾക്ക് പച്ചവെള്ളം കൊടുക്കാൻ കഴിയാതെ ഉമ്മമാര് അവരുടെ കൺമുമ്പിൽ വെച്ച് കുഞ്ഞുങ്ങൾ മരിക്കുന്നത് കാണാണ്. 6.5 ലക്ഷം കുഞ്ഞുങ്ങൾ മരണത്തിലേക്ക് പോവുകയാണ് എന്നാണ് പറയുന്നത്. ഏതെങ്കിലും ഒരു വീട്ടിൽ പട്ടിണി എത്താത്ത ഒരു വീട് ഗസയിലില്ല. മനുഷ്യരെ പട്ടിണി എന്ന് പറയുന്ന ഒരു ആയുധം ഉപയോഗിച്ചിട്ട് കൊന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിന് നേരെയാണ് ഈ വലിയ സംസ്കാരം, വലിയ നാഗരികത, വലിയ മനുഷ്യത്വം എന്നൊക്കെ അഭിമാനിക്കുന്ന വലിയ ജനാധിപത്യം, മനുഷ്യാവകാശം എന്നൊക്കെ പറയുന്ന ഈ ലോകത്ത് ഇത്രയും വൃത്തികെട്ട വഷളൻ പ്രവൃത്തികളാണ് ഒരു രാജ്യം ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് വരുമ്പോൾ നമ്മൾ എവിടെയാണ് എത്തിയത് എന്ന് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു നീറ്റലോടുകൂടി ജീവിക്കുവാൻ, ഇതിലുള്ള മനസ്സുകൊണ്ട് നമുക്ക് ഫലസ്തീനിൽ പോയി ജിഹാദ് ചെയ്യാൻ പറ്റുമെങ്കിൽ ജിഹാദ് ചെയ്യും നമ്മൾ. പക്ഷെ അത് ചെയ്യാൻ പറ്റാത്ത സാഹചര്യത്തിൽ നമുക്ക് നമ്മുടെ രാജ്യത്തിരുന്നുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു എന്നുള്ളതാണ്. കാരണം ഈ മുസ്ലിം ലോകത്തെ പേടിപ്പിച്ച് നിർത്തുകയാണ്. ഇന്നമാ ദാലിക്കും ശൈത്താൻ യുഖവ്വിഫു ഔലിയാഅഹു, ഖുർആൻ പറഞ്ഞല്ലോ. പിശാച്
പിശാച് മാത്രമാണത്. അവൻ എന്താ ചെയ്യുന്നത്? അവൻ അവന്റെ ആളുകളെ പേടിപ്പിക്കുന്നു. പേടിക്കുന്ന ആളുകൾ ആരാളാണ്? പിശാചിന്റെ ആളുകളാണ്. യുഹവ്വിഫൂന ഔലിയാഅഹു, അള്ളാഹു അവന്റെ സ്വന്തം യുഹവ്വിഫു ഔലിയാഅഹു, അവൻ അവന്റെ കൂട്ടുകാരെ അവൻ പേടിക്കുന്നു. ഫലാ തഖാഫൂഹും, നിങ്ങൾ അള്ളാഹ് പറയുന്നത് എന്താ? നിങ്ങൾ അവരെ പേടിക്കരുത്. വഖാഫൂനി, നിങ്ങൾ എന്നെ പേടിക്കുക. ഇൻ കുൻതും മുഅ്മിനീൻ, നിങ്ങൾ മുഅ്മിനീങ്ങളാണെങ്കിൽ. യഥാർത്ഥ പ്രശ്നം ഇതാണല്ലോ. നിങ്ങൾ ആരെയാണ് പേടിക്കുന്നത്? അള്ളാഹിനെയാണോ ശൈത്താന്മാരെയാണോ? അള്ളാഹിനെയാണോ മനുഷ്യന്മാരെയാണോ? ഒന്നും ചെയ്യാൻ കഴിയാത്ത ഈ ഭീരുക്കൾ യഥാർത്ഥത്തിൽ അള്ളാഹുവിനെ പേടിക്കാതിരിക്കുകയും മനുഷ്യരെ പേടിക്കുകയും ചെയ്യുന്നു എന്നുള്ളതുകൊണ്ടാണ്, അല്ലെങ്കിൽ പിശാചുക്കളെ പേടിക്കുന്നു എന്നുള്ളതുകൊണ്ടാണ് അവർക്കൊന്നും ചെയ്യാൻ പറ്റാത്തത്. പക്ഷെ അള്ളാഹ് പറയുന്നത് എന്താ? നിങ്ങൾ മുഅ്മിനീങ്ങളാണെങ്കിൽ നിങ്ങൾ എന്നെയാണ് പേടിക്കേണ്ടത്, എന്നെ മാത്രമാണ് പേടിക്കുന്നത്. ഇത് എന്നെ പേടിക്കുക എന്ന് പറഞ്ഞാൽ, ഇപ്പോ അബൂബൈദ നടത്തിയ പ്രസ്താവന 3-4 ദിവസം മുമ്പ് അദ്ദേഹം പറഞ്ഞ എന്താ? മുസ്ലിം ലോകത്തെ സഹോദരന്മാരെയും സഹോദരിമാരെയും വിളിച്ചിട്ട് അദ്ദേഹം പറയുന്നത്, ഫലസ്തീനിലെ നിരപരാധികളായ കുഞ്ഞുങ്ങളുടെ രക്തം നിങ്ങളുടെ പെരടിയിലാണ്, നിങ്ങൾ അതിൻ്റെ പാപഭാരം നിങ്ങൾ വഹിക്കേണ്ടി വരും. മുസ്ലിങ്ങളോടാണ് പറയുന്നത്. പരലോകത്ത് ഞങ്ങൾ നിങ്ങൾക്കെതിരെ പറയേണ്ടി വരും. ഇപ്പോൾ ഖുർആൻ പറഞ്ഞല്ലോ ഈ പാവപ്പെട്ട കുഞ്ഞുങ്ങളെ പറ്റി, ബിഅയ്യി ദംബിൻ ഖുതിലത്, എന്ത് കാരണം കൊണ്ടാണ് അവർ കൊല്ലപ്പെട്ടത് എന്ന് പണ്ട് കുഴിച്ചു മൂടുന്ന ജാഹിലിയ കാലഘട്ടത്തിലെ പെൺകുട്ടികളെ പറ്റി ഖുർആൻ ചോദിച്ചല്ലോ. ഇതേപോലെ ഈ പാവപ്പെട്ട കുഞ്ഞുങ്ങൾ എന്തുകൊണ്ട് കൊല്ലപ്പെട്ടു എന്ന ചോദ്യത്തിന് ഞാനും അതുപോലെ തന്നെ നിങ്ങളും അള്ളാഹിനോട് മറുപടി പറയേണ്ടി വരില്ലേ? മറുപടി പറയേണ്ടി വരും. ഭരണാധികാരികൾ, ഭരണകൂടങ്ങൾ ആദ്യം മറുപടി പറയേണ്ടി വരും. നമ്മളും മറുപടി പറയേണ്ടി വരും. നമ്മൾ എന്താ ചെയ്യണത്? നമുക്ക് ചെയ്യാൻ പറ്റുന്നത് നമ്മൾ ചെയ്യുന്നുണ്ടോ എന്ന് നമ്മൾ ആലോചിക്കണം. അതാ എത്രയും കാരണം മനുഷ്യന്മാർ പട്ടിണി കിടക്കുക, പട്ടിണി അനുഭവിച്ചവനെ അത് അറിയുള്ളൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഹദീസ് ഉണ്ടല്ലോ മനുഷ്യന്മാരെ പറ്റി, നേരം വെളുക്കുമ്പോൾ ആരും പേടിക്കാതെ സുരക്ഷിതമായിട്ട് കണ്ണു തുറക്കാനും, ആരും പേടിക്കാതെ സന്തോഷത്തോടു കൂടി കണ്ണു തുറക്കാനും, അതുപോലെ തന്നെ ആ ദിവസത്തെ ഭക്ഷണം, ഇപ്പൊ നേരം വെളുത്തിന് എന്താ തിന്നുക എന്ന് വിചാരിച്ച് ഒരു മനുഷ്യന് നേരം കണ്ണ് തുറക്കേണ്ടി വന്നാൽ അയാളുടെ ഒരു പ്രയാസം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതേസരം ആരും പേടിക്കണ്ട. എന്നിട്ട് നബി പറയുന്നത് എന്താ? വൈന്ദഹു കൂത്തു യൗമിഹി, അവൻ്റെ അടുത്ത് ആ ദിവസത്തിന്, നാളേക്കല്ല, ആ ദിവസത്തിനുള്ള ഭക്ഷണം ഉണ്ട്. ഇന്ന് നേരം വെളുക്കുമ്പോൾ ഇന്നത്തേക്കുള്ള ഭക്ഷണം ഒരാൾ കയ്യിലുണ്ട് എങ്കിൽ നബി ആളെ പറ്റി അയാൾ ലോകം മുഴുവനും കിട്ടിയ ആളെ പോലെയാണ് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. ഒരു ദിവസത്തെ ഭക്ഷണം, നാളത്തെ ഭക്ഷണമല്ല. അപ്പൊ ആ ഒരു ദിവസത്തെ ഭക്ഷണം ഇന്നുണ്ടല്ലോ എന്ന് വിചാരിച്ച് കണ്ണു തുറന്ന് ആരും പേടിക്കാതെ ഭക്ഷണം കഴിക്കാം. ഇന്ന് ഭക്ഷണമുണ്ട്, നാളെ എന്താന്നുള്ളത് അറിയില്ല. ആളെ പറ്റി തന്നെ നബി പറയുന്നത് അയാൾ ലോകം മുഴുവനും കൈ കിട്ടിയവനെ പോലെയാണ്. ഇതില്ലാത്തൊരു മനുഷ്യന്റെ അവസ്ഥകൾ ആലോചിച്ച് നോക്കി. ഈ മനുഷ്യന്മാര്, ഈ കുട്ടികള്, ഇതിൻ്റെയൊക്കെ എല്ലാ യുദ്ധങ്ങളുടെയും ഇരകൾ കുഞ്ഞുങ്ങളാണ്, സ്ത്രീകളാണ്, പാവങ്ങളായ മനുഷ്യന്മാർ. മനുഷ്യ സമൂഹത്തിലെ ഏറ്റവും ദുർബലരായ ആളുകൾ. കുഞ്ഞുങ്ങള് പട്ടിണി കിടന്നാൽ അവർ വേഗം മരിച്ചു പോകും. അവർക്കിത് താങ്ങാൻ പറ്റില്ല. അപ്പൊ ഈ കാണുന്ന ചിത്രങ്ങൾ നിങ്ങൾ കണ്ടില്ലേ? ഈ ചിത്രങ്ങള് നമ്മളെ സഹോദരന്മാരെ, ഞാൻ ആദ്യം പറഞ്ഞതുപോലെ നമ്മൾ ഈ ചിത്രങ്ങളൊക്കെ കാണുമ്പോൾ നമ്മളുടെ മാനസികാവസ്ഥ എന്ത് എന്ന് നമ്മൾ പരിശോധിക്കും. ഒരു മനുഷ്യനാണെങ്കിൽ നമ്മളിൽ എത്രത്തോളം മനുഷ്യത്വമുണ്ട്. നമ്മളിൽ ഇതൊന്നും ഒരു പ്രതികരണം ഉണ്ടാക്കുന്നില്ലെങ്കിൽ നമുക്ക് എന്തോ കുഴപ്പമുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. നിങ്ങൾ മോമിനീങ്ങളാണ് എങ്കിൽ നിങ്ങളുടെ ഈമാനിന് എന്തോ കുഴപ്പമുണ്ട്. ഇതൊന്നും നമ്മിൽ യാതൊരുവിധ പ്രതികരണം ഉണ്ടാക്കുന്നില്ല എങ്കിൽ നമ്മളുടെ ഈമാനിന് എന്തോ കുഴപ്പമുണ്ട് എന്നാണ് അതിൻ്റെ അർത്ഥം. ഏതായാലും എത്ര നിസ്സഹായരാണെങ്കിലും നമുക്കെല്ലാവർക്കും ഉപയോഗിക്കാൻ പറ്റുന്ന ഒരായുധം അള്ളാഹിന്റെ റസൂൽ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ദുആഉ സിലാഹുൽ മുഅ്മിൻ. അദ്ദുആഉ സിലാഹുൽ മുഅ്മിൻ. പ്രാർത്ഥന എന്ന് പറയുന്നത് മുഅ്മിനിന്റെ ഒരായുധമാണ്. നമ്മുടെ കയ്യിലുള്ള ആ ആയുധം നമ്മൾ പ്രയോഗിക്കുക, പരമാവധി പ്രയോഗിക്കുക. ആ ആയുധത്തിന് ലോകത്ത് പല മാറ്റങ്ങൾ ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ട്. പല ദുർബലരെയും ആ ആയുധം ശക്തരാക്കിയിട്ടുണ്ട്.
പല ശക്തരെയും ആ ആയുധം ദുർബലാക്കിയിട്ടുണ്ട്. നമ്മൾ ഈ ആയുധം ആത്മാർത്ഥതയോടുകൂടി നമ്മളൊക്കെ കാര്യം പ്രാർത്ഥിക്കാൻ നമ്മളാരും മറക്കാറില്ല. നമ്മളുടെ ദുനിയാവും ആഖിറത്തിനും വേണ്ടിയിട്ട് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ അതിനൊക്കെ മുമ്പ് ഈ പാവങ്ങളായ മനുഷ്യന്മാർക്ക് വേണ്ടിയിട്ട് നമ്മൾ പ്രാർത്ഥിക്കണം. ലോകത്തുള്ള മോമിനിയങ്ങൾ മുഴുവനും ഈ 200 കോടി 250 കോടി മോമിനിയങ്ങൾ ആത്മാർത്ഥമായിട്ട് അള്ളാഹിനോട് പ്രാർത്ഥിച്ചാൽ അള്ളാഹ് പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകും. അതിനെപ്പറ്റി നമുക്കൊരു സംശയമില്ല. മോമിനിയങ്ങൾ പ്രാർത്ഥിക്കുന്ന ഒന്നും ചെയ്യാൻ പറ്റാത്ത നിസ്സഹായരായ കുറേ മോമിനിയങ്ങളുണ്ട് ലോകത്ത്. അവർ ഈ പാവങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അവർക്ക് അധികാര സിംഹാസനങ്ങൾ സംരക്ഷിക്കേണ്ട ബാധ്യതയില്ല. അവർക്ക് ഇസ്രായേലിനെയും അമേരിക്കയെയും തൃപ്തിപ്പെടുത്തേണ്ട ഉത്തരവാദിത്തമില്ല. അവർക്ക് സ്വാർത്ഥമായ താല്പര്യങ്ങളില്ല. നിസ്സഹായരായ മനുഷ്യരാണ് അവർ. അവരുടെ കയ്യിലുള്ള ഈ ആയുധം ഉപയോഗിച്ചിട്ട് അവർ അള്ളാഹുവിനോട് 5 നേരവും അല്ലാത്തപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത്, പഠിച്ചവനെ ഈ പാവങ്ങളെ നീ കാണുന്നില്ലേ, കരുണാവാരിധിയാണ്, നീ അവരെ രക്ഷിക്കണം എന്ന പ്രാർത്ഥന. നമ്മളും ആ പ്രാർത്ഥന എപ്പോഴും മറക്കാതെ നടത്തിക്കൊണ്ടിരിക്കണം. അല്ലാഹു മൻസുറുഹും നസ്റൻ അസീസ. പഠിച്ചവനെ ഒരിക്കലും ഉറങ്ങാത്ത നിന്റെ കണ്ണുകൾ കൊണ്ട് നീ ഞങ്ങളുടെ സഹോദരന്മാരെ സംരക്ഷിക്കണം എന്ന് നമ്മൾ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക. അള്ളാഹു അവരെ സഹായിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.